ഇനി പ്രവാസ ലോകത്തു നിന്നുള്ള വാർത്തകളാണ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ രാജിവെക്കാൻ ഒരുങ്ങുന്നു. തിങ്കളാഴ്ച പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ലേബർ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നമാണ് രാജിക്ക് പിന്നിലെന്നാണ് ലഭ്യമാകുന്ന വിവരം. വിഷയത്തിൽ ഇതുവരെ ഡൗണിംഗ് സ്ട്രീറ്റ് ഔദ്യോഗിക പ്രതികരണം നടത്തിയിട്ടില്ല. ക്യാബിനറ്റ് മന്ത്രിമാർ, ഉപദേഷ്ടാക്കൾ, ട്രേഡ് യൂണിയൻ നേതാക്കൾ എന്നിവരുമായി സംസാരിച്ചതിനു ശേഷം പ്രധാനമന്ത്രി എന്ന നിലയിൽ തന്റെ സ്ഥാനം ഇനി നിലനിൽക്കില്ല എന്ന നിഗമനത്തിൽ സ്റ്റാർമർ എത്തിയതായി ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വടക്കൻ ഇംഗ്ലണ്ടിലെ നിർണായക ഉപതെരഞ്ഞെടുപ്പിൽ ഗ്രേറ്റർ മാഞ്ചസ്റ്റർ മേയർ ആൻഡി ബർണാം ഉജ്ജ്വല വിജയം നേടിയതും രാജിക്ക് സമ്മർദ്ദം കൂടിയതായി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. രാജി സംബന്ധിച്ച് അന്തിമ തീരുമാനം എടുക്കുന്നതിന് മുമ്പ് സ്റ്റാർമർ തന്റെ ചെക്കേഴ്സ് കൺട്രി വസതിയിൽ വെച്ച് ഭാര്യയുമായി ഈ കാര്യം ചർച്ച ചെയ്തുവെന്നും റിപ്പോർട്ട് പറയുന്നു. ഔദ്യോഗിക സ്ഥിരീകരണം ലഭിച്ചിട്ടില്ലെങ്കിലും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വത്തിലും ലേബർ പാർട്ടിക്കുള്ളിലും കാര്യമായ മാറ്റത്തിന് വഴിയൊരുങ്ങുകയാണ്. ഇതു സംബന്ധിച്ച് ചർച്ചകൾ നടക്കുന്നുണ്ടെന്നും റിപ്പോർട്ട് പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങൾ കാരണം UAE-യിൽ കുടുങ്ങിപ്പോയവർക്ക് പ്രഖ്യാപിച്ച ഗ്രേസ് ആനുകൂല്യം ജൂലൈ 9 വരെ പ്രയോജനപ്പെടുത്താം. വിസ കാലാവധി കഴിഞ്ഞവർക്കും അനുമതിയില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങളും വിമാന സർവീസുകളിലെ തടസ്സവും കാരണം UAE-യിൽ കുടുങ്ങിപ്പോയവർക്ക് കഴിഞ്ഞ മാർച്ചിലാണ് UAE ആദ്യമായി ഇളവുകൾ പ്രഖ്യാപിച്ചത്. ഈ ഇളവുകളാണ് ഇപ്പോൾ ജൂലൈ 9 വരെ നീട്ടി നൽകിയിരിക്കുന്നത്. ഗ്രേസ് പീരീഡ് അവസാനിക്കുന്നതിന് മുൻപ് ഒന്നുകിൽ ആവശ്യമായ രേഖകൾ ശരിയാക്കി നിയമപരമായി UAE-യിൽ തുടരാം, അല്ലെങ്കിൽ യാതൊരുവിധ പിഴയും നൽകാതെ രാജ്യം വിടാം. ഇതിനായി പ്രത്യേക അടിയന്തര നടപടിക്രമങ്ങൾ ആവശ്യമില്ല. സാധാരണ രീതിയിലുള്ള യാത്രാ നടപടികൾ പാലിച്ച് തന്നെ രാജ്യം വിടാവുന്നതാണ്. മേഖലയിലെ സ്ഥിതിഗതികൾ സാധാരണ നിലയിലേക്ക് മടങ്ങുന്നതിനാൽ രേഖകൾ നിയമപരമാക്കാനുള്ള അവസാന അവസരമായിരിക്കും ഇതെന്നും പ്രവാസികൾ ഈ സൗകര്യം എത്രയും വേഗം പ്രയോജനപ്പെടുത്തണമെന്നും അധികൃതർ ഓർമ്മിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഈ വർഷത്തെ ആദ്യ 3 മാസങ്ങളിൽ ഒമാന്റെ വിദേശ വ്യാപാര മേഖലയിൽ മികച്ച നേട്ടം. ഈ വർഷം മാർച്ച് അവസാനത്തോടെ രാജ്യത്തിന്റെ വ്യാപാര സന്തുലനത്തിൽ 154 കോടി ഒമാനി റിയാലിന്റെ മിച്ചം രേഖപ്പെടുത്തിയതായി NCSI റിപ്പോർട്ട്. മാർച്ച് അവസാനത്തോടെ രാജ്യത്തിന്റെ വ്യാപാര സന്തുലനത്തിൽ 154 കോടി ഒമാനി റിയാലിന്റെ മിച്ചം രേഖപ്പെടുത്തിയതായാണ് ഒമാൻ നാഷണൽ സെന്റർ ഫോർ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഇൻഫർമേഷൻ പുറത്തുവിട്ട പ്രാഥമിക കണക്കുകൾ വ്യക്തമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ ഇത് 153 കോടി റിയാലായിരുന്നു. ആഗോള വിപണിയിലെ പ്രതിസന്ധികൾക്കിടയിലും ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സാധിച്ചതാണ് വ്യാപാര മിച്ചം ഉയർത്തി നിർത്താൻ ഒമാനെ സഹായിച്ചത്. അതേസമയം 2026 ആദ്യപാദത്തിൽ രാജ്യത്തെ ആകെ ചരക്ക് കയറ്റുമതി 530 കോടി റിയാലിലെത്തി. 2025 ഇതേ കാലയളവിനെ അപേക്ഷിച്ച് കയറ്റുമതിയിൽ 8.5% കുറവുണ്ടായിട്ടുണ്ട്. എണ്ണ വാതക വരുമാനത്തിലുണ്ടായ ഇടിവാണ് ഇതിന് പ്രധാന കാരണം. ഇതോടൊപ്പം രാജ്യത്തെ ചരക്ക് ഇറക്കുമതിയും 11.7% ഇടിഞ്ഞ് 380 കോടി റിയാലായി. എണ്ണ വാതക മേഖലകളിൽ നിന്നുള്ള കയറ്റുമതി വരുമാനം 13% കുറഞ്ഞ് 340 കോടി റിയാലിലെത്തി. എന്നാൽ സമ്പദ് വ്യവസ്ഥ താങ്ങി നിർത്താൻ എണ്ണ ഇതര കയറ്റുമതി മേഖല വലിയ മാറ്റമില്ലാതെ 161 കോടി റിയാലായി തുടർന്നു. ഒമാന്റെ ഏറ്റവും വലിയ എണ്ണ ഇതര വ്യാപാര പങ്കാളിയായ UAE-യിലേക്ക് 38.2 കോടി റിയാലിന്റെ എണ്ണ ഇതര ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയച്ചത്. സൗദിയും ഇന്ത്യയുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ഒമാനിലേക്ക് ഏറ്റവും കൂടുതൽ ചരക്കുകൾ എത്തിക്കുന്ന വിതരണക്കാരിൽ 53.7 കോടി റിയാലുമായി ചൈനയാണ് മുന്നിൽ. എണ്ണ വാതക വരുമാനത്തിൽ ഇടിവുണ്ടായെങ്കിലും എണ്ണ ഇതര മേഖലയിലെ സ്ഥിരത ഒമാന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പിച്ചു നിർത്തുന്നതാണെന്ന് പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.